ഇറാൻ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇറാൻ ഒരു തകർച്ചയുടെ വക്കിലാണ്. ഒരു ചെറിയ തീപ്പൊരി ഉണ്ടെങ്കിൽ തകർന്ന് തരിപ്പണമാകും ഇറാൻ ഭരണകൂടമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അതിനെ ബലം പകരുന്ന രീതിയിലാണ് ഇറാൻ്റെ സ്റ്റാറ്റിസ്റ്റിക് സെൻറ്ററിൽ നിന്നുള്ള ഒരു പുതിയ റിപ്പോർട്ട്. അതിൽ പറയുന്നത് 1/3 സാധനങ്ങളുടെയും വില 40% അധികമായി. അരിയുടെ വില 200%-ലേറെ വർദ്ധിച്ചിരിക്കുന്നു. വീടുകളുടെ വിലയും ഒപ്പം തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും ദിനം പ്രതി വർദ്ധിക്കുകയാണ്. 100-150% അത് ഉയർന്നിരിക്കുന്നു. പണപ്പെരുപ്പം 60% കടന്നിരിക്കുന്നു. ഇതിനെല്ലാം കാരണമായത് സിറിയയിലെ അസദ് ഭരണകൂടം വീണതും ഹിസ്ബുള്ള തകർന്ന് തരിപ്പണമായതും പ്രോക്സികൾക്ക് വേണ്ടി ഇറാൻ വലിയ രീതിയിൽ പണം മുടക്കിയതുമെല്ലാമാണ് ഈ പെട്ടെന്നുള്ള സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണം. 2018 മുതൽ ഉപരോധം നേരിടുന്ന ഇറാൻ ഇതൊന്നും താങ്ങാനാവുമായിരുന്നല്ലേ. ഒപ്പം തന്നെ അവരുടെ പ്രോക്സികളെല്ലാം തകർന്നിടിയുന്ന കാഴ്ച. ഇസ്രയേലിൻ്റെ ഒരു ആക്രമണത്തിൽ 20ഓളം സൈനിക താവളങ്ങൾക്ക് വലിയ നാശനഷ്ടം വന്നതായി ഇറാൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇവ മെയിൻ്റെനൻസ് ചെയ്യാൻ പോലും ഇറാന് കഴിയാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധി. ഈ ഒരു സാഹചര്യത്തിലാണ് ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കാൻ അമേരിക്ക ഇസ്രയേലിന് എല്ലാവിധ അനുവാദങ്ങളും നൽകിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാനെതിരെ ഉപരോധം കടുപ്പിക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ ഇറാനിൽ നിന്ന് ഇപ്പോൾ വലിയ രീതിയിൽ എണ്ണ വാങ്ങുന്ന രാജ്യം ചൈനയാണ്. അവർക്കത് നിർത്തേണ്ടി വരും. ഇത് കൂടാതെ തന്നെ ഇറാനിൽ ആഭ്യന്തര സംഘർഷം വലിയ രീതിയിൽ തന്നെ വർദ്ധിച്ചിരിക്കുന്നു. വലിയ പ്രക്ഷോഭങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം മാത്രം 216 പ്രതിഷേധങ്ങളാണ് നടന്നത്. അതിൽ വിദ്യാർത്ഥികൾ നയിച്ച പ്രതിഷേധങ്ങളുടെ, തൊഴിലാളികൾ നയിച്ച പ്രതിഷേധങ്ങളുടെ, മെഡിക്കൽ സ്റ്റാഫും മറ്റ് ബിസിനസ്സുകാരും നയിച്ച പ്രക്ഷോഭങ്ങളുടെ, സ്ത്രീകൾ നടത്തിയ അനവധി പ്രക്ഷോഭങ്ങളുടെ, ഹിജാബ് പ്രക്ഷോഭമൊക്കെ അതിൻ്റെ ഭാഗമായി തന്നെ വരുന്നത്. ഇവിടെ ഇസ്രയേൽ ഒരു ചെറിയ ആക്രമണം നടത്തിയാൽ പോലും തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്കാണ് ഇറാൻ നിൽക്കുന്നത്. ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഇറാൻ ഒരുപക്ഷെ തങ്ങളുടെ പക്കലുള്ള സർവ്വ ആയുധങ്ങളും വാരിവലിച്ച് ഈ യുദ്ധത്തിൽ ഉപയോഗിക്കുവാനും അതൊരു 3ാം ലോക മഹായുദ്ധമായി മാറുവാനുള്ള സാധ്യതകൾ കൂടി പറയുന്നുണ്ട്. നിലവിലത്തെ അവസ്ഥയിൽ സാമ്പത്തികമായി വലിയ തകർച്ചയുടെ വക്കിൽ നിൽക്കുകയാണ് ഇറാൻ എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതായത് സ്വാഭാവികമായി തന്നെ ഇറാൻ തകർന്നു തുടങ്ങിയിരിക്കുന്നു. അവിടെ ഒരു ചെറിയ തള്ളൽ കൂടി ഉണ്ടെങ്കിൽ അത് ഉപരോധത്തിൻ്റെ രൂപത്തിലായാലും ആക്രമണത്തിൻ്റെ രൂപത്തിലായാലും അത് പൂർണ്ണമാകുമെന്ന് കൂടി ഈ റിപ്പോർട്ട് ഇറാനിലെ ഉദ്യോഗസ്ഥന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.